ഹായ് ഗൈസ്, കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശീമക്കൊന്ന, അതായത് ഫെബാസിയ കുടുംബത്തിൽപ്പെട്ട ചെറുമരമാണ് ശീമക്കൊന്ന. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ക്ലിറിസിഡിയ സെപ്പിയം എന്നാണ്. അതായത് 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ ജന്മദേശം മധ്യ അമേരിക്കയാണ്. പൂക്കൾ ഉണ്ടാകുന്നത് ഇലയില്ലാത്ത കമ്പുകളുടെ അറ്റത്ത് റോസ് കളറിലുള്ള കുല ആയിട്ടുള്ള പൂക്കളായിരിക്കും. 4.5 മുതൽ 6.2 വരെ pH മൂല്യമുള്ള മണ്ണിൽ ഇത് നന്നായി വളരുകയും ചെയ്യും. പച്ചില വളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശീമക്കൊന്ന. നന്നായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നല്ല വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. നല്ല ആരോഗ്യമുള്ള നേരെയുള്ള കമ്പുകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലം മുതൽക്ക് തന്നെ വേലി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുമ്പോൾ അടിവളമായി കുഴിയിൽ കൊന്ന ഇലയും ചാണകം, ഉണങ്ങിയ ഇലകൾ എന്നിവ നിറച്ച് കൃഷി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിമാവിരകളുടെ ആക്രമണം ഉണ്ടാകില്ല. രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. വേര് സംബന്ധമായ ഒരു അസുഖവും പിടിപെടില്ല. അതുപോലെ തന്നെ പച്ചച്ചാണകവും ശീമക്കൊന്ന ഇലയും ചേർത്ത് ജൈവ സ്ലറി ഉണ്ടാക്കി എല്ലാ കൃഷികൾക്കും ചുവട്ടിൽ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാൻ നല്ലതാണ്. കൊന്ന ഇലയും ആര്യവേപ്പിലയും ഇടിച്ചു പിഴിഞ്ഞ് ജൈവ കീടനാശിനിയായി തളിക്കാൻ പറ്റും. ഇതിൻ്റെ മണം കൊണ്ട് കീടങ്ങൾ വരില്ല. ഒരു കീടനാശിനി കൂടിയാണ്. ഇപ്പോൾ ഇത് വളരെ അപൂർവമായി മാത്രമേ നാട്ടിൽ കാണാറുള്ളൂ. ശീമക്കൊന്ന പരമാവധി കൃഷിക്ക് പ്രയോജനപ്പെടുത്തുക. ചെറിയ കഷണങ്ങളാക്കി ചുവട്ടിലിട്ട് മൂടിയാൽ മതി, പെട്ടെന്ന് അലിഞ്ഞു ചേരും. രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും നല്ല ഉൽപാദനവും കൂടുതൽ കിട്ടും. ഇവയുടെ വേരുകൾ ആഴത്തിലുള്ള സസ്യമൂലകങ്ങൾ വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. ഇതിന് കുറച്ച് ദോഷവശങ്ങളും ഉണ്ട്. അതായത് ഉണക്ക് തുടങ്ങുന്നതിന് മുമ്പ് കൃഷിയുടെ അടുത്ത് കൊന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കുള്ള സമയത്ത് അതിലൊരു പുള്ളി രോഗം പിടിപെടും. അപ്പോൾ ഈ പുള്ളി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അത് നേരെ കൃഷിക്ക് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഉണക്കുള്ള സമയത്ത് ഈ ഇലകൾ പൊന്തിക്കളയുന്നത് നല്ലതാണ്. ശീമക്കൊന്ന ഇല്ലാത്തവരെ അതിൻ്റെ ഓരോ മൂത്ത കമ്പുകളെടുത്ത് കുത്തിപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് അതിൻ്റെ ഇല കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അത് പിന്നെ ഒരു പരിധിവരെ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതാണ് ഇത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം ഇത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ശീമക്കൊന്ന ആഴത്തിൽ വേരിറങ്ങി ജലവും സസ്യമൂലകങ്ങളും വലിച്ചെടുക്കുന്നതിനാൽ പച്ചക്കറികൾക്കും മറ്റു വിളകൾക്കും വേര് ഭീഷണിയാകുന്നില്ല എന്നതും ഒരു അനുഗ്രഹമാണ്. ധാരാളം നൈട്രജനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശീമക്കൊന്നയെ സംരക്ഷിക്കണം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ, ബൈ. താങ്ക് യു.